ചാനൽ 30 ട്രാവൻകൂർ കമ്മ്യൂണിക്കേഷന്റെ ദൃശ്യവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾക്ക് കുടുംബവുമായിട്ടുള്ള അടുപ്പം വളരെയധികം കുറഞ്ഞു പോകുന്നു. കാരണം പഠനഭാരം ഒരു വലിയ ഘടകമാണ്. രാവിലെ മുതൽ രാത്രി വരെ നീളുന്ന പഠനം, അത് കഴിഞ്ഞ് അവർക്ക് മറ്റൊന്നിനും സമയമില്ല. കുടുംബവുമായി ഇഴയിച്ചേരാനുള്ള സമയമൊക്കെ വളരെ കുറഞ്ഞു വരികയാണ് വിദ്യാർത്ഥികൾക്ക്. കൂടാതെ പഴയ തലമുറയ്ക്ക് സാറ് പറഞ്ഞ പോലെ ധാരാളം ജീവിത അനുഭവങ്ങളുണ്ട്. ആ ജീവിതാനുഭവങ്ങളോടൊപ്പം തന്നെ അവരെ ഒരു ആത്മീയ തലത്തിൽ കൂടിയാണ് ചെറുതിലെ വളർത്തിയെടുക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ കുട്ടികളെ ആത്മീയപരമായ ഒരു തലത്തിലേക്ക് ഉള്ള യാതൊരു പ്രവർത്തനങ്ങളും കാണുവാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ വിദ്യാർത്ഥികളുടെ ജീവിതത്തിന്റെ വിജയത്തിന് ഒരു വിശ്വാസം, ആത്മീയപരമായ ഒരു തലം ഒക്കെ വളർത്തിയെടുക്കേണ്ടത് കുടുംബങ്ങളിൽ നിന്നല്ലേ? എന്റെ തിരിച്ചൊരു ചോദ്യം, മുമ്പും ഒരു ദിവസം 24 മണിക്കൂറായിരുന്നു, ഇപ്പോഴും ഒരു ദിവസം 24 മണിക്കൂറാണ്. മുൻകാലങ്ങളിലെ ആ 24 മണിക്കൂർ അത്ര പെട്ടെന്ന് പോയിരുന്നില്ല എന്ന് നമുക്ക് തോന്നിയിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ 24 മണിക്കൂർ വളരെ പെട്ടെന്ന് പോകുന്നു എന്ന് നമുക്ക് തോന്നുന്നു. ശരിയല്ലേ? അപ്പൊ അങ്ങനെ തോന്നുന്നുവെങ്കിൽ ഞാൻ ഒരു സൈക്കോളജിയുടെ പഠിച്ച വ്യക്തി എന്നുള്ള നിലയിൽ പറയാണ്. നമ്മള് ഒരു സിനിമ കാണാൻ കയറിയിരിക്കുന്നു. 6 മണിക്കുള്ള സിനിമ, 3 മണിക്കൂർ ഷോ. 6 മണിക്കുള്ള സിനിമയിൽ കയറി 3 മണിക്കൂർ കഴിഞ്ഞ് 9 മണിക്ക് സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ വളരെ രസകരമായ സിനിമയാണെങ്കിൽ നമ്മൾ പറയും, ഷോ എത്ര പെട്ടെന്നാണ് സമയം പോയത്. എന്നാൽ അതേ 6 തൊട്ട് 9 വരെ വീട്ടിൽ മനസ്സിലാകാത്ത +1 കാരൻ അല്ലെങ്കിൽ +2 അടിസ്ഥാന സബ്ജക്റ്റ് അറിഞ്ഞുകൂടാതെ ഫിസിക്സ് പഠിക്കാനായിട്ട് നമ്മൾ കയറ്റിയിരുത്തുകയാണെങ്കിൽ, മാത്സ് പഠിക്കാൻ കയറ്റിയിരുത്തുകയാണെങ്കിൽ അവൻ ഈ 3 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു 30 മണിക്കൂറിന്റെ ദൈർഘ്യം തോന്നും. സമയം പോകുന്നില്ലല്ലോ. നീ 9 മണി കഴിഞ്ഞിട്ട് ഇവിടെ എണീച്ചാൽ മതി എന്ന് അച്ഛൻ പറയുകയാണെങ്കിൽ ആ 9 എത്താൻ അവൻ അല്ലെങ്കിൽ ആ വ്യക്തി പെടുന്ന പാട് എത്രയായിരിക്കും? അപ്പൊ ഇവിടെ എന്താ സംഭവം? താല്പര്യം എന്ന് പറയുന്ന ഒരു സാധനം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പഠനത്തിൽ കുട്ടിക്ക് താല്പര്യം ഉണ്ടാവണം. പഠിക്കുന്നതിനെ പ്രണയിച്ച് പഠിക്കുക, എൻജോയ് ചെയ്ത് പഠിക്കുക, ആസ്വദിച്ച് പഠിക്കുക, ലക്ഷ്യബോധത്തോടെ പഠിക്കുക. നമ്മൾ സിനിമ കണ്ടത് ആസ്വദിച്ചാണ്. ആ 3 മണിക്കൂറുള്ള ഷോ നമ്മൾ ആസ്വദിച്ചാണ്. അപ്പൊ ബാഹുബലി കണ്ടു, ഓരോ ഫ്രെയിമും നമ്മൾ കണ്ട് ഭയങ്കര സന്തോഷം. തീർന്നു പോയല്ലോ. അപ്പൊ ബാഹുബലി സെക്കൻഡ് വരും. സെക്കൻഡ് വരാൻ വേണ്ടി നമ്മൾ കാത്തിരുന്നു. അതുപോലെ +1 തീർന്നു, +2 വരാൻ വേണ്ടി കാത്തിരിക്കുക. അത് ആഗ്രഹത്തോടെ ആവേശത്തോടെ കാത്തിരിക്കുക. അങ്ങനെ ചെയ്യുന്ന കുട്ടികളുണ്ട് ആവശ്യം പോലെ. അപ്പം പഠനത്തിന്റെ ഭാരം കൂടാൻ കാരണം പഠനത്തിന്റെ കണ്ടന്റ് നേരത്തെ ഉണ്ടയിൽ നിന്ന് എത്രയോ കുറച്ചാണ് ഇപ്പൊ ഇരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളൊക്കെ എന്തുമാത്രം പഠിച്ചു, മുൻകാലങ്ങളിൽ പഠിച്ചപ്പോ എന്നെ സംബന്ധിച്ച് 8 ഡിഗ്രികൾ ഞാൻ എടുത്തു. എത്രയോ 25-26 വർഷം കോളേജുകളിൽ അല്ലെങ്കിൽ അത്രയും വർഷം പഠിച്ചിട്ടാണ് നമുക്കൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത്. അപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് പഠനം കൂടുതൽ കിടക്കുന്നതുകൊണ്ട് തന്നെ കണ്ടന്റുകൾ വളരെ കുറച്ചാണ് കൊണ്ടുവരുന്നത്. 2 പരീക്ഷകളുടെ ഭാരം കുറച്ച് കൊണ്ടുവന്നു. പലരും എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്തൊക്കെ ന്യൂസ് പറഞ്ഞാണ്ട് പരീക്ഷ ഇല്ല എന്ന്, മാർക്കില്ല എന്നുള്ളത്. നമുക്കന്ന് പരീക്ഷയിൽ 600-ന് 585, 89 എന്ന് പറഞ്ഞു എന്റെ കൂട്ടുകാരന്മാർ വാങ്ങിക്കുമ്പോൾ ഒരു ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കാൻ കിടന്ന് ശ്വാസം മുട്ടുമ്പോൾ ആ ശ്വാസം മുട്ട് ഇന്നത്തെ പിള്ളേർക്ക് അവർ മാനസിക സമ്മർദ്ദത്തിലാവണ്ട എന്നും പറഞ്ഞുകൊണ്ട് അതെടുത്തു കളഞ്ഞു. അപ്പൊ എല്ലാം A+ ആയി. A+, എന്ന് പറയുന്നത് ചവറ് പോലെയായി. അങ്ങനെ 10 A+ഉം 9 A+ന്റെയും ഘോഷയാത്രയായി. 5 ലക്ഷം പേര് പരീക്ഷ എഴുതുന്ന 10ാം ക്ലാസ്. നമ്മൾ കണക്ക് കൂട്ടണം. ഒരു 1.5 ലക്ഷം 2 ലക്ഷത്തിനകത്ത് വരുന്ന +1 +2 അഡ്മിഷൻ. ഈ 5 ലക്ഷം പേര് 4 ലക്ഷം 3 ലക്ഷം പേര് A+ വാങ്ങിച്ചു വന്നാൽ പിന്നെ +1-ന് ഇത്രയും പേർക്ക് അഡ്മിഷൻ കിട്ടുമോ? അപ്പൊ എന്ത് പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും A+കൾ കിട്ടുമെന്നൊരു ധാരണയായപ്പോൾ ഉഴപ്പാൻ തുടങ്ങി. സബ്ജക്ട് മനസ്സിലാക്കി പഠിക്കുന്നില്ല. ഇതിന്റെ എല്ലാം തിക്തഫലം വന്ന് കയറുന്ന എവിടെയാണ്? PSC പരീക്ഷയിൽ വരുമ്പോ വെള്ളം ചേർക്കാൻ പറ്റൂല. നീറ്റ് എൻട്രൻസിന്റെ, MBBSന്റെ, മെഡിക്സിന്റെ എൻട്രൻസ് വരുമ്പോ വെള്ളം ചേർക്കാൻ പറ്റൂല. IIT JEE എന്ന് പറയുന്ന സാധനം വരുമ്പോ വെള്ളം ചേർക്കാൻ പറ്റൂല.
പിന്നെ ഡിഗ്രിക്കായി പോയി ഉഴപ്പി തട്ടിക്കൂട്ടി പരീക്ഷ എഴുതിയിട്ട് സിവിൽ സർവീസ് എന്ന് പറയുന്ന IAS, IPS, IFS ഓൾ ഇന്ത്യ 22 കാറ്റഗറിയില് സിവിൽ സർവീസ് ടെസ്റ്റുകൾ വരുമ്പോൾ വെള്ളം ചേർക്കാൻ പറ്റൂല. ഇതിൽ പലതിലും നമ്മുടെ കുട്ടികൾ മെജോറിറ്റിയും താഴേക്ക് പോകുന്നു. സാക്ഷരതയിൽ 1-ാം സ്ഥാനമെന്ന് അഭിമാനിക്കുന്ന നമ്മൾ ഇന്ത്യയിൽ പല സമയങ്ങളിലും പല വർഷങ്ങളിലും വളരെ പിന്നിലാണ്. വളരെ പിന്നിലെന്ന് പറയുന്ന ബീഹാറും ഉത്തർപ്രദേശും IAS, IPS, സിവിൽ സർവീസ് നോക്കിയാൽ നമ്മുടെ കേരളത്തിലെ പല IASകാരും നോർത്ത് ഇന്ത്യയിൽ വന്നിരിക്കുന്നത് നമുക്കറിയാന്നുള്ളതാണ്. നമ്മുടേത് 10-ൽ താഴെ പേര്. ഒരു വർഷം നമ്മൾ നോക്കിയാൽ 10-ൽ താഴെ പേർ അല്ലെങ്കിൽ 20-ൽ താഴെ പേരാണ് അതിനകത്ത് ഹൈ റാങ്കിലേക്ക് എത്തിച്ചേരുന്നത്. എന്തുകൊണ്ട്? കാരണം മനസ്സിലാക്കി പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം, പഠനത്തെ പ്രണയിച്ച് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം, ആസ്വദിച്ച് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കുറവാണ്. മിടുക്കരുണ്ട്. അപ്പൊ കുറെ പേരുടെ തലയിൽ 10-ാം ക്ലാസ് പഠിച്ച് തീരുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ ചില അച്ഛന്മാര് പറഞ്ഞു കൊടുക്കും, അമ്മമാര് ചിലപ്പോൾ പറയാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറെ പേര് പറയാം, അല്ലെങ്കിൽ കൂട്ടുകാരിൽ കുറെ പേര് പറയും 10-ാം ക്ലാസ് +2 ആകുമ്പം അതൊന്നും പഠിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, നമുക്ക് യൂട്യൂബ് തുടങ്ങാം, വരുമാനം വരും. നമുക്ക് വ്ളോഗുകൾ തുടങ്ങാം, വരുമാനം വരും. നമുക്ക് മറ്റു പല പൈസ ഉണ്ടാക്കിയ പോരെ. പക്ഷെ മലയാളികളിലെ 1-ാമത്തെ കസേരയിലിരിക്കുന്ന ഡോക്ടർ പത്മശ്രീ MA യൂസഫ് അലി സാറ് വളരെ ശ്രദ്ധേയമായൊരു വാക്ക് അടുത്തിടയ്ക്ക് പറഞ്ഞു, പണമല്ല ഏറ്റവും പ്രധാനം, പണത്തിനേക്കാൾ മൂല്യമുള്ള വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പൈസ കൊടുത്താൽ കിട്ടാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതിലുള്ള സംഗതിയാണ് ജ്ഞാനം, സ്നേഹം, ദാനം, കരുണ, സാമൂഹ്യ പ്രതിബദ്ധത, അർപ്പണ മനോഭാവം. ഇങ്ങനെ കുറെ വാല്യൂസ് ഉണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് എന്ത് പറ്റി? ആ വാല്യൂസിനെ നമ്മൾ അടിച്ചു പുറത്താക്കി. ചിന്തിച്ചു നോക്ക്, സത്യസന്ധമായി ചിന്തിച്ചു നോക്ക്, എത്ര വീടുകളിൽ വാല്യൂസ് ഉണ്ടെന്ന്, മക്കൾക്ക് വാല്യൂ കൊടുക്കുന്നുണ്ട്? പറയും. നീ എങ്ങനെയും പിടിച്ചെടുത്തോളണം, എങ്ങനെയും നീ അത് ഒപ്പിച്ചോളണം. ആദ്യം മലയാളിയിൽ നിന്ന് നമ്മൾ നോക്കിയാൽ പലർക്കും ക്ഷമയില്ല. ഒരിടത്ത് മാത്രമാണ് ക്ഷമയുള്ളത്. എവിടെ? സിവിൽ സപ്ലൈസിൽ ബാർ അല്ലെങ്കിൽ മദ്യക്കുപ്പി വാങ്ങിക്കുന്ന സ്ഥലത്ത് ക്ഷമയോടെ ക്യൂ നിൽക്കും. കാരണം ഇടിച്ച് മുമ്പ് കയറിയ മറ്റും അടിച്ച് പല്ലിളക്കിയിടും. ബാക്കി എവിടെ ചെന്നാലും ഇടിയാണ്. കാർ ഓടിച്ച ഇടി, റോഡിലാ വെപ്രാളം. ക്ഷമയെന്ന് പറഞ്ഞൊരു സാധനമില്ല. ഒരു ചെറിയ ഗ്യാപ്പ് കിട്ടിയാൽ കൊണ്ട് കുത്തിത്തിരിവുന്ന അപ്പന്മാരാണ് കുറെ എണ്ണം. പിന്നെ അവരുടെ മക്കൾ എങ്ങനെ ഇരിക്കും? അതിന്റെ ക്യാരക്ടേഴ്സിൽ ഇതിലോട്ട് വരും. നല്ല മരത്തിൽ മോശപ്പെട്ട പഴമോ മോശം മരത്തിൽ നല്ല പഴങ്ങളോ പിടിക്കില്ല എന്ന് വേദം പറയുന്നു. അതിൽ എക്സെപ്ഷൻ ചെറുതായിട്ട് വരാം. പക്ഷെ ഞാൻ സ്വാർത്ഥനാണ്, എനിക്ക് ക്ഷമയില്ല, എനിക്ക് വെപ്രാളമാണ്, എങ്ങനെയും കൈക്കലാക്കുക എന്ന് പറയുന്ന ആർത്തിക്കാരനാണ് ഞാൻ. അത്ര ആസക്തിയാണ്. എന്റെ ഭാര്യ ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ജനിക്കുന്ന മകൻ അല്ലെങ്കിൽ മകള് ശ്രീബുദ്ധനാവോ, വിവേകാനന്ദനാവോ? അപ്പൊ നമ്മുടെ മക്കൾ ചരിത്ര പുരുഷന്മാരാകണം. ഇന്നും ശ്രീരാമനും സീതയുടെയും അർജുനന്റെയും കൃഷ്ണന്റെയും ക്രിസ്തുവിന്റെയും എന്നൊക്കെ നമ്മൾ പറയുന്ന അത്രയും മഹാന്മാരായിട്ടുള്ള ആചാര്യന്മാരായിട്ടുള്ളവരുടെ ആത്മാക്കൾ, ആ ടൈപ്പിലുള്ള ആത്മാക്കൾ ഇപ്പോഴും മക്കളായി ജനിക്കാൻ തയ്യാറാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നും സീത ജനിക്കും, ഇന്നും രാമൻ ജനിക്കും, ജനിപ്പിക്കാൻ കഴിയും. ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്കതിന് കഴിയും. പക്ഷെ ഞാൻ മാത്രം വിചാരിച്ച നടക്കില്ല. ഞാൻ എങ്ങനെ വിചാരിച്ചു? കഴിഞ്ഞ 17 വർഷം കൊണ്ട് ഞാൻ എന്നെ ശുദ്ധീകരിച്ചു. നമ്മൾ ഓരോരുത്തരും ശുദ്ധീകരിക്കണം. കണ്ടിട്ടില്ല ചില പള്ളികളിലും മറ്റു പല സ്ഥലങ്ങളിലും ശബരിമല 41 വരുമ്പോ ഒക്കെ നമ്മൾ ശുദ്ധീകരണ പ്രക്രിയയാണ് നടത്തുന്നത്. ഓരോ മനുഷ്യനും ആദ്യം ശുദ്ധീകരിക്കണം, ആന്തരികമായി ശുദ്ധീകരിക്കണം. അതിനാണ് 41 വ്രതം. ഇതെന്ത് മുട്ടലാണ്? നമ്മൾ 41 വ്രതം എടുക്കൂല. റംസാൻ നോമ്പ് 30 ദിവസവും എടുക്കും. പക്ഷെ അത് തീരാൻ കാത്തുകയും രാത്രിക്ക് പോയിട്ട് വലിക്കാനും അടിക്കാനും. ഞാൻ കണ്ടിട്ടുണ്ടാണ് ആറ്റിങ്ങൽ പള്ളി. ഞാനൊരു പയ്യന്റെ പുറകെ ഓടിച്ചെന്നിട്ട് പറഞ്ഞുകൊണ്ടേ അവൻ സിഗരറ്റ് കളഞ്ഞു. ഈസ്റ്റർ നോമ്പ് 50 ദിവസം. ഈ പീരിയഡുകൾ വെച്ചിരിക്കുന്നത് നമ്മുടെ ലഹരി, വേണ്ടാത്ത ലഹരികളെ കളയാൻ, ക്രോമസോമിലെ ജീനിന്റെ ആക്ഷനെ തിരിച്ചു പിടിക്കാനാണ്. ഇത് സയന്റിഫിക്കാണ്. ചാനൽ 30യുടെ പുതിയ അപ്ഡേഷനുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. അടുത്ത എപ്പിസോഡിനായി കാത്തിരിക്കുക.